രണ്ട് പെൺകുട്ടികളുടെ കഥ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ കഥ പറയാനുള്ള പ്രേരകം നമ്മുടെ നാടുകളിൽ ഇന്ന് പെൺകുട്ടികൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ കഥ എന്ന് പറഞ്ഞാൽ കഥയല്ല, ഉണ്ടായ സംഭവമാണ്. സംഭവിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ തബൂക്കിന് സമീപമുള്ള മദിയൻ എന്ന പ്രദേശത്താണ്. അതിതീവ്രമായ ഒരു ഉഷ്ണകാലം ഉച്ചസമയം പിന്നിട്ടിട്ടുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടം ഒരു തടാകത്തിന് ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ തടിച്ചുകൂടിയിട്ടുള്ളത് അവർ വളർത്തുന്ന കന്നുകാലികൾക്ക് വെള്ളം നൽകാനാണ്. പുരുഷന്മാർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കന്നുകാലികൾക്ക് വെള്ളം ശേഖരിക്കാനും കൊടുക്കാനും വേണ്ടി ഊഴം കാത്തു നിൽക്കുന്ന രണ്ട് സുന്ദരികളായ പെൺകുട്ടികളാണ് ഈ കഥയിലെ ആദ്യത്തെ പെൺകുട്ടി. അവിടേക്കൊരു മനുഷ്യൻ ഓടിക്കിതച്ച് വരികയാണ്. ആ മനുഷ്യൻ വരുന്നത് പ്രാണരക്ഷാർത്ഥമാണ്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഒരു കൂട്ടം ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അദ്ദേഹം ഓടി വരുന്നത്. അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ രണ്ട് പെൺകുട്ടികൾ നിസ്സഹായരായി മാറി നിൽക്കുന്നതാണ്. അവരോട് അദ്ദേഹം അവരുടെ ആവശ്യം ചോദിച്ചു. ആവശ്യമറിഞ്ഞ് അവരുടെ കന്നുകാലികൾക്ക് അദ്ദേഹം വെള്ളം നൽകി. അങ്ങനെ ആ പെൺകുട്ടികൾ തിരിച്ചുപോയി. തിരിച്ച് വീട്ടിലെത്തിയ പെൺകുട്ടികൾ വളരെ പ്രയാസകരമായ ഒരു സമയത്ത് സഹായവുമായി എത്തിയ ഈ മനുഷ്യനെക്കുറിച്ച് തങ്ങളുടെ പിതാവിനോട് സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യനെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഈ പിതാവ് ആ മക്കളെ പറഞ്ഞയച്ചു. അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ആ മനുഷ്യനെ അവർ തിരക്കി ചെന്നപ്പോൾ ആ മനുഷ്യൻ ആ മരുഭൂമിയിലെ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. എവിടെയൊക്കെ നമ്മൾ കുടുങ്ങുന്നുവോ ആ കുടുക്കിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാവുന്ന ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ റബ്ബേ, നീ എന്തൊരു സഹായം ഇപ്പോൾ തന്നാലും എനിക്ക് ഇറക്കി തന്നാലും ഞാനതിന് ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെയാണ് അവർ കണ്ടത്. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആ പെൺകുട്ടികൾ ഞങ്ങളുടെ ഉപ്പ
നിങ്ങളെ തിരക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന്. എന്നിട്ട് ആ രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ഫജാഅത് ഇഹ്ദാഹുമാ തംഷി അല ഇസ്തിഹ്യാ ഖാലത് ഇന്ന അബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. അവർ വന്ന ആ വരവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. തംഷി അല ഇസ്തിഹ്യാ, അവർ നടന്നാണ് വന്നത്. നടക്കുന്ന രൂപം അല ഇസ്തിഹ്യാ, ഹയാഓടുകൂടിയാണ്, വല്ലാത്ത ഹയാഓടുകൂടിയാണ് അവർ വന്നത്. ഹയാ എന്താണെന്ന് നമ്മൾ അറിയണം. ആ പെൺകുട്ടികൾ ഈ വിദേശിയായ അന്യനായ ഒരു പുരുഷൻ്റെ അടുത്തേക്ക് വരുന്ന ആ വരവിലുണ്ടാകേണ്ട ഒരു പ്രകൃതമാണ് അവിടെ ഹയാ. ഖാലത്ത്, എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഇന്ന അബി യദ്ഊക്, എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങളുടെ കന്നുകാലിക്ക് വെള്ളം തന്നില്ലേ, അതിന് പ്രതിഫലം തരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ആ ഉപ്പ ഒരനാരോഗ്യാവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് മകളെ പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ ആ ഉപ്പയുടെ സംസ്കാരം അനുസരിച്ച് ഒരു പുരുഷനെ വിളിക്കാൻ മകളെ പറഞ്ഞയക്കില്ല. ആ പെൺകുട്ടി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന ആ ഒരു അവസ്ഥ വളരെ ഹയാഓടുകൂടി, ലജ്ജയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, വളരെ ഭവ്യമായ രീതിയിൽ ആ പെൺകുട്ടി കടന്നു വന്നതാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മനുഷ്യൻ്റെ വ്യക്തിപരമായി സാമൂഹ്യമായി ഉള്ള സകല നന്മകളെയും ഇല്ലായ്മ ചെയ്യുന്ന വിധം പെൺകുട്ടികൾക്കിടയിൽ വിശേഷിച്ചും ഈ ഹയാ ഇല്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു. വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മകളല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സഭ്യതയും മാന്യതയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തിന്മകളല്ലാതായി മാറി. മാന്യത എന്ന പദത്തിന് ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള നിർവചനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, വ്യാഖ്യാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത്, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ധരിച്ചാൽ, അത് രാവിലെ ഒന്ന് തേച്ച് മിനുക്കി അത് ധരിച്ചാൽ അതാണ് മാന്യത എന്നിടത്താണ് സമൂഹമുള്ളത്. അതല്ലെങ്കിൽ എൻ്റെ മാന്യത എന്ന് പറയുന്നത് എന്നെ എന്താണോ സന്തോഷിപ്പിക്കുന്നത് അതാണ് എൻ്റെ മാന്യത എന്നിടത്താണ് മനുഷ്യനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകളുടെ പോലും കാര്യം അതാണ്. പലരും വിചാരിക്കുന്നത് ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുകയും 5 നേരം നമസ്കരിക്കുകയും ഒരു മുസ്ലിമിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുകയും ചെയ്താൽ പൂർത്തിയായി എന്നാണ്. നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. സത്യത്തിൽ അതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കണം, നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെൺകുട്ടിയുടെ നടത്തത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു,
ഇന്നൽ ഹയാഅ വൽ ഈമാൻ ഖുരിനാ ജമീഅൻ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ. ഈമാനും ലജ്ജയും ഖുരിനാ ജമീഅൻ, അത് ഉറ്റമിത്രങ്ങളാണ്, ഒരുമിച്ചേ പറയാൻ പറ്റൂ. ഖുരിന കരീനാണ്, കൂട്ടുകാരാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ, മറ്റത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ മുന്നറിയിപ്പിൻ്റെ ഗൗരവം. ഈമാൻ നഷ്ടപ്പെട്ടു പോകും, ഹയാ നഷ്ടപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഗൗരവമുള്ളതാണ്. നമ്മൾ ഈ വർത്തമാന കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പെൺകുട്ടികൾക്കൊരു ലജ്ജയില്ലല്ലോ എന്നെ അവൻ ഉപയോഗിച്ചു എന്ന് പറയാൻ. പരസ്യമായി പറയുകയാണ്, മീഡിയകളുടെ മുമ്പിൽ വന്ന് പറയാണ് പെൺകുട്ടികൾ, എന്നെ അവൻ ഉപയോഗിച്ചു, എനിക്കവൻ ആ മെസ്സേജ് അയച്ചു, എൻ്റെ ആ ചിത്രം അവനെടുത്തു. എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ പോയാൽ നമ്മിൽ എത്ര പേർക്ക് ഈമാൻ ബാക്കിയുണ്ടാവും? നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഇത് രണ്ടും ഒന്നാന്നാ പറഞ്ഞത്. ഹയാ ഇല്ലാത്തവന് ഈമാൻ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണം, നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മനസ്സിൽ കരുതണ്ട. ഞാൻ എന്നെ കണ്ടിട്ടാ, എന്നെ കരുതിയിട്ടാ ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആദ്യമായി TV വാങ്ങിയത്, അതിൻ്റെ വീട്ടിൽ TV വാങ്ങിയിട്ടില്ല. വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ. ആദ്യം TV വാങ്ങിയപ്പോൾ വാർത്തകൾക്കിടയിൽ പരസ്യം കടന്നു വന്നപ്പോൾ അതിലുള്ള ചെറിയ ഒരു അശ്ലീല രംഗം പോലും കാണാൻ നമുക്ക് പ്രയാസമായിരുന്നില്ലേ? നമ്മൾ കുട്ടികൾ കാണും എന്ന് വിചാരിച്ച് ആ സമയത്ത്, പരസ്യത്തിൻ്റെ സമയത്ത് ഓഫ് ചെയ്തിട്ടില്ലേ? ഇപ്പോഴോ? അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സൂക്ഷ്മത കാരണം നമ്മുടെ ദൃഷ്ടികൾ, കണ്ണുകൾ നമ്മൾ നിയന്ത്രിച്ചിരുന്നില്ലേ? ചാനൽ മാറ്റിയിരുന്നില്ലേ? ഇന്നോ? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ വന്ന മാറ്റം? എല്ലാവരും ഇന്ന് നെറ്റിൽ കുരുങ്ങിയ ഈച്ചകളായി മാറിയില്ലേ? എല്ലായിടത്തും, വീട്ടിൽ, കുടുംബത്തിൽ, തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, എവിടെയുമുള്ളത് ഈ അശ്ലീലതയാണ്, ഈ നിർലജ്ജതയാണ്, ലജ്ജയില്ലായ്മയാണ്. ലജ്ജയില്ലാതായത് ഈ ബന്ധങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഇതേ ശ്രദ്ധിക്കണുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. എവിടെയില്ല ഈ സാധനം. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ലജ്ജയില്ലായതാണ് ഇപ്പോൾ വാർത്തയായി കേൾക്കുന്നത്. കാരണം കേൾക്കാൻ കുറച്ച് സുഖമുള്ള വാർത്തയായതുകൊണ്ടാണ്. വായിക്കാൻ, കേൾക്കാൻ, കാണാനുമൊക്കെ ചിലർക്ക് ഇഷ്ടമുള്ള വാർത്തയായതുകൊണ്ടാണ് അത് വാർത്തയായത്. അതല്ല എല്ലാ സ്ഥലത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഴിമതിയും കൈക്കൂലിയും സ്വജന പക്ഷപാതവും ഇതൊക്കെ ഇന്ന് അതീവ ഭീഷണിയായിരിക്കുന്നു. നമ്മൾ വളരെ ഗൗരവപൂർവം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാവണം. നോക്കൂ, നമ്മുടെ പരലോക വിജയത്തിൻ്റെ താക്കോലായ ഈമാൻ, അത് നഷ്ടപ്പെടുമെന്ന വസ്തുത ഒരു ഞെട്ടലോടുകൂടിയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? അല്ലേ? അള്ളാഹു ഉണ്ട്, റബ്ബുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സഹോദരങ്ങളെ കുറച്ചൊരു മാന്യതയും പക്വതയും ഒക്കെ പുലർത്തണ്ടേ? കുറച്ച് ലജ്ജ വേണ്ടേ? നിങ്ങൾ ആലോചിക്കൂ. മറ്റൊരാൾ അറിഞ്ഞാൽ മുഖം ചുളിയുമെന്ന് സ്വന്തം മനസ്സും മനസ്സാക്ഷിയും പറയുന്ന എല്ലാറ്റിനോടും നമുക്ക് അകലം പാലിക്കാൻ കഴിയണം. അതാണ് ലജ്ജ. മറ്റൊരാൾ അറിഞ്ഞാൽ മുഖം ചുളിയുമെന്ന് സ്വന്തം മനസ്സും മനസ്സാക്ഷിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കൂ. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഉള്ളിൽ കറകളഞ്ഞ ഈമാനുണ്ടെങ്കിൽ അത് കലർപ്പില്ലാത്ത കർമ്മങ്ങളായി പുറത്തു വരും.
കലർപ്പുള്ള കർമ്മങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈമാനുകളിൽ കറ പറ്റിപ്പോയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഉള്ളിൽ കറ കളഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ അശ്ലീലങ്ങളോടും അധാർമികതകളോടും നമുക്ക് അകലം പാലിക്കാൻ തോന്നും. നമുക്ക് പേര് കൊണ്ട് മുസ്ലിമായിരിക്കെ തന്നെ പ്രേരണ ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളി ഉണ്ടാകുന്നത്, പ്രേരണയുണ്ടാകുന്നത് നാലാൾ അറിഞ്ഞാൽ നാണക്കേടുണ്ടാകുന്ന ഒന്നിനോടാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ വിശ്വാസത്തിന് രോഗം ബാധിച്ചിരിക്കുന്നു, നമുക്ക് ചികിത്സ അനിവാര്യമാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ അവസ്ഥയെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: മിൻ ഉഖൂബാത്തിൽ മആസി ദഹാബുൽ ഹയാ അല്ലദീ ഹുവ അസ്ലു കുല്ലി ഖൈർ. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ശിക്ഷയാണ് ഇന്ന് ഈ ഹയാ ഇല്ലാതായി എന്നത്. ഒരു ശിക്ഷയാണത്, നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയാണത്. ഹയാ ഇല്ലാതായി. ആ ഹയാ ആണ് ഹുവ അസ്ലു കുല്ലി ഖൈർ, എല്ലാ നന്മയുടെയും അസ്ല് അതാണ്. നിങ്ങൾ ആലോചിക്കൂ, കുറ്റങ്ങൾ തെറ്റാണെന്ന് തോന്നാത്ത വിധം ആവർത്തിക്കപ്പെടാൻ അവസരം ലഭിക്കുന്ന തരത്തിൽ ലജ്ജയില്ലായ്മ വർദ്ധിക്കുകയല്ലേ? ആവർത്തിക്കാൻ അവസരമുണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവസരമുണ്ടാക്കുകയാണ്. ഭയങ്കര അത്ഭുതമല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ, ഇപ്പൊ കുറേ ദിവസമായല്ലോ ഒരു മനുഷ്യന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എവിടെയാ നമ്മളുള്ളത്? നമ്മൾ അറിയണ്ടേ സഹോദരന്മാരെ, ഈ ദുനിയാവ് നശ്വരമല്ലേ? ഈ ജീവിതം നൈമിഷികമല്ലേ? ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ, ഉത്തമ സമുദായമാണ് നമ്മൾ. ഈ സമുദായം പോലും, അല്ലെങ്കിൽ ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പോലും പ്രായഭേദമന്യേ നിലമറന്ന് ആടുന്നവർക്കൊപ്പം ആടുകയും പാടുന്നവർക്കൊപ്പം ചാടുകയും ചെയ്യാൻ മുതിർന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആലോചിക്കണം സഹോദരന്മാർ. തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് നഷ്ടം കാണാൻ കഴിയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഹയാ നമുക്ക് നന്മ മാത്രമേ തരൂ. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്താ അറിയോ? മാന്യമായ ജീവിതത്തെ സമീപിക്കുന്നവർക്ക് നേട്ടങ്ങളെ എത്തിപ്പിടിക്കാൻ സമയം വൈകും. അതാണ് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ പ്രശ്നം. അതാണ്, മാന്യമായി ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ നേട്ടങ്ങൾ കിട്ടാൻ വൈകും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നേട്ടങ്ങൾ കിട്ടാൻ വൈകിയാലും വരുത്തിവെച്ച കോട്ടങ്ങളെക്കുറിച്ച് സങ്കടപ്പെടേണ്ടി വരില്ല. ഇത്തരം ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ജീവിതത്തിൽ വരുത്തിവെച്ച ഇത്തരം കോട്ടങ്ങളെക്കുറിച്ച്. നമ്മൾ ആലോചിക്കണം, ഇവിടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, പലരും നമ്മളോട് ചാടാൻ പറയുന്നുണ്ട്, ആടാൻ പറയുന്നുണ്ട്, തുള്ളാൻ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഇവർ പറയുമ്പോൾ ആടാനും ചാടാനും തുള്ളാനുമുള്ളവരല്ല നമുക്ക് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. അത് ഹയാ ആണ്. ആ ഹയാഇൻ്റെ ചിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ വരവിൽ നമുക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ ആലോചിക്കൂ, എന്തൊരു അനുഭവമായിരിക്കും അത്. ആ കഥ ഭയങ്കര രസമാണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗം ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്.
ഈ മനുഷ്യൻ മനുഷ്യനെ വഴികാട്ടിയായി ആ പെൺകുട്ടി മുന്നിൽ നടക്കുക. അപ്പൊ ഈ മനുഷ്യനെ പെൺകുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്, നീ പിന്നിൽ നടക്ക്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അത്? നീ പിന്നിൽ നടക്ക്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു പെണ്ണ് പിന്നിൽ നടന്ന്, ഒരു പെണ്ണ് മുന്നിൽ നടന്ന് അവളുടെ പിൻഭാഗവും നോക്കി നടക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ ഹയ. ഞാനിത് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഹയ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ കഥ അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കഥ എനിക്ക് പറയാൻ തോന്നിയ ഒരു രംഗം ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വന്ന ചില വാർത്തകളാണ്. പകലിനേക്കാൾ പ്രകാശമുള്ള കുറേ നൈറ്റ് ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ. അതിന് കുറേ പേരുകളുണ്ട്, ആ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആ ക്ലബ്ബുകളിലേക്ക് പ്രവേശനം അനുവദിക്കണമെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുന്ന ആണിൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടിയുടെ കൈ കൂടി ഉണ്ടാകണം. അതാണ് ഇത്ര എൻട്രി പാസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് ചെന്നെങ്കിലേ ഈ നൈറ്റ് ക്ലബിലേക്ക് എൻട്രി ഉള്ളൂ. അഥവാ പാപത്തെ പോലും നിബന്ധനകളാക്കി മനുഷ്യൻ മുന്നോട്ട് പോകുന്ന ഒരു കാലം. നിങ്ങൾ ആലോചിച്ചു, ഓരോ പഠനകാലം അവസാനിക്കുമ്പോഴും ഓരോ യുവാക്കളുടെയും യുവതികളുടെയും ഫോണുകളിൽ എത്ര പുതിയ കോണ്ടാക്റ്റുകൾ വന്നിരിക്കും, ഡിലീറ്റ് ചെയ്യേണ്ട കോണ്ടാക്ട്സുകൾ അല്ലേ? ഓരോരുത്തരും അന്യപുരുഷ ബന്ധത്തിൽ ആറാടി ഉല്ലസിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. ആ കഥ ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് പറന്നിറങ്ങി വരുന്ന ഒരു മലക്കിൻ്റെ കഥയാണ്. പറന്നിറങ്ങി വന്ന് ആ മലക്ക് ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നിനക്കൊരാൺകുഞ്ഞ് പിറക്കുമെന്ന് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒട്ടും സംശയിച്ചു നിൽക്കാതെ, ഒരു ചെറിയ സെക്കൻഡ് പോലും സംശയിച്ചു നിൽക്കാതെ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ, തൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റുകളിൽ നിന്ന് ആരാണ് തൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അവകാശി എന്ന് സംശയിക്കാതെ ധൈര്യത്തോടുകൂടി ആ മലക്കിൻ്റെ മുഖത്തേക്ക് നോക്കി നല്ല കോൺഫിഡൻസോടുകൂടി ആ കുട്ടി പറഞ്ഞ വാക്കുണ്ട്, അന്നാ യകൂനു ലി ഗുലാം, അന്നാ യകൂനു ലി ഗുലാം വലം യംസസ്നി ബശർ വലം അകു ബഗിയ. എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുക? വലം യംസസ്നി ബശർ, എനിക്കൊരു കുഞ്ഞ് പിറക്കുക സാധ്യമല്ല. കാരണം അവിഹിത ബന്ധം പോയിട്ട് എൻ്റെ ഇന്നലകളിൽ ആണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന, പുരുഷനെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരുവന്റെ തൊലിസ്പർശനം പോലും എനിക്ക് ഏറ്റിട്ടില്ലെന്ന് മാത്രമല്ല, വലം അകു ബഗിയ. പറ്റുമോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികൾക്ക് പറയാൻ പറ്റുമോ? ആരുടെ മുമ്പിലും വിറക്കാത്ത ചുണ്ടോടുകൂടി, പ്രയാസപ്പെടാത്ത നാവോടുകൂടി ധൈര്യപൂർവം വലം അകു ബഗിയ, ഇത്തരം മ്ലേച്ഛതകൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ വിറ്റിട്ടില്ല ഞാൻ. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് പുതിയ ജനറേഷൻ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന പക്വതകളുടെയും പാകതകളുടെയും ഒക്കെ അതിർത്തികൾ ഭേദിച്ച് ആടിത്തിമർക്കാൻ മുന്നിട്ടിറങ്ങിയേ തീരൂ എന്ന് കരുതുന്നവരാണ്. ആടുന്നവരാടിക്കോട്ടെ.
ഇത് സഭ്യവും അസഭ്യവും ഒക്കെ കൂട്ടിക്കലർത്തി ഇതൊരു കൾച്ചറായി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ശ്രമിച്ചുകൊള്ളട്ടെ. പക്ഷേ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ജനിച്ചവർക്കത് സാധ്യമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വ ഇന്ന ഖുലുഖൽ ഇസ്ലാം അൽ ഹയാ. എല്ലാ മതത്തിനും ഒരു ഖുലുഖുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം ഹയാ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണുള്ളത്? നഷ്ടപ്പെട്ടാൽ താൽക്കാലികമായി വീണ്ടെടുക്കാൻ ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ടി വരുന്ന ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലേ? കിട്ടാതെ പോയാൽ താൽക്കാലികമായെങ്കിലും കിട്ടാൻ കോടികൾ മുടക്കേണ്ടി വരുന്ന കുടിവെള്ളം, ഇതൊക്കെ അനായാസം അനുവദിച്ചു തന്ന റബ്ബിനോട് നന്ദികേട് കാട്ടാൻ നമുക്ക് ലജ്ജ തോന്നൂലേ? തോന്നണ്ടേ? നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാതിരിക്കാനും ഒരുപോലെ വേണ്ടത് സഹോദരങ്ങളെ ഈ സ്വഭാവമാണ്. ഇതുണ്ടാകണം. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, അൽ ഹയാഉ മിൻ അഫ്ദലിൽ അഖ്ലാഖി വ അജ്മലിഹാ വ അഅ്ളമിഹാ ഖദ്റൻ വ അക്സറുഹാ നഫ്അൻ. ഹയാ എന്ന് പറയുന്നത് സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, ഏറ്റവും മനോഹരമായതാണ്, ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളതാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരം ലഭിക്കുന്നതാണ്. ബൽ ഹുവ ഖാസ്സത്തുൽ ഇൻസാനിയ, മനുഷ്യത്വത്തിൻ്റെ സവിശേഷതയാണ് ഹയാ. ഹയാ ഇല്ലെങ്കിൽ ഫമൻ ലാ ഹയാ ഫീഹി ഫലൈസ മഅഹു മിനൽ ഇൻസാനിയത്തി ഇല്ല ലഹ്മ വദ്ദമ വസ്സൂറ. ഹയാ ഇല്ലെങ്കിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ കുറെ പച്ചയിറച്ചിയും കുറെ ചോരയും ഒരു രൂപവും മാത്രമാണ്, മനുഷ്യനല്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ശരിക്ക് ചിന്തിക്കണം, എവിടെയാണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്. ഈ വാർത്തകൾ വായിക്കാൻ ഭയങ്കര രസമാണ്, അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത വാർത്ത, വായിച്ച വാർത്ത, കേട്ട വാർത്ത ഇതായിരിക്കും വീണ്ടും വീണ്ടും. നിങ്ങൾ ആലോചിക്കൂ, ഹയാ ഇല്ലാതെ വന്നതുകൊണ്ട് വന്ന ഒരബദ്ധമാണ് ഇത്. ഉടലുകൊണ്ട് ഒരേപോലെ ഇരിക്കും, മനുഷ്യനും ഇതര ജന്തുക്കളും ഒരേ മാതിരിയാകുന്ന ഒരവസ്ഥയാണ് ഹയാ ഇല്ലെങ്കിൽ സംഭവിക്കണം. നമ്മൾ ശരിക്കും സഹോദരന്മാരെ ആലോചിക്കണം. മനുഷ്യ പ്രകൃതിയുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇത്. മനുഷ്യ പ്രകൃതിയുടെ സ്വഭാവം മുസ്ലിമിൻ്റെ മാത്രമൊന്നുമല്ല. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിലാക്കിയ രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫദല്ലാഹുമാ ബിഗുറൂർ, ആദമും ഹവ്വയും സ്വർഗത്തിലിരിക്കുന്ന സമയത്ത് ഫദല്ലാഹുമാ ബിഗുറൂർ, പിശാച് വന്നിട്ട് അവരെ വഞ്ചനയിലൂടെ തരം താഴ്ത്തി. അങ്ങനെ ഫലമ്മാ ദാഖ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ, അവര് ഇരുവരും ആ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയതോടെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര അത്ഭുതമാണ് ഈ സൃഷ്ടിപ്പിൻ്റെ ആ അവസ്ഥ. അതുവരെ അവർ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വെളിപ്പെട്ടപ്പോഴോ നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ ആണും പെണ്ണുമാ. ഇത് വെളിപ്പെട്ടപ്പോൾ തോട്ടത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് അവർ ഇരുവരും തങ്ങളുടെ ശരീരം പൊതിയാൻ തുടങ്ങി. എന്തിയ കാര്യം? ഇത് കണ്ടു, ലജ്ജ വന്നു. അതാ പറഞ്ഞു, ഇത് മുസ്ലിമിൻ്റെ അല്ല, ഇത് മനുഷ്യൻ്റെ ആദ്യം മുതൽ തുടങ്ങിയത്. പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ജീവികളുണ്ടല്ലോ,
ആ ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന ഗുണം എന്താ? ലജ്ജയല്ലേ? തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള പ്രേരണ എന്താ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ അറിയോ? ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ. അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അവിടേക്കാണ് യഥാർത്ഥത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈമാനും ഹയാഉം മിത്രങ്ങളാണ്, കൂട്ടുകാരാണ്. ഹയാ പോയാൽ ഈമാൻ പോകും. ഈമാനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ശാഖകളാക്കി പറഞ്ഞല്ലോ. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70-ലധികം ശാഖകളാണെന്ന് പറഞ്ഞു. ഫഅഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ശല്യങ്ങളൊക്കെ മാറ്റിയിടലാണ് അതിലേറ്റവും താഴെയുള്ളത്. എന്നിട്ട് നബി പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണ്. അഥവാ ആ ഹയാ ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നർത്ഥം. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു വികാരമാണ്. നമുക്കൊക്കെ ഈ ഒരു ഗുണം ഉണ്ടാക്കി തീർക്കാൻ നാം ശ്രമിക്കണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ എന്ത് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. വിഷയം ഇതാണ്, ഇത് പോയതാണ്. ഒരു വിശ്വാസിയിൽ നിറഞ്ഞു നിൽക്കേണ്ട സൽസ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ഇത്. അതുകൊണ്ടാണ് ഇതിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് പറഞ്ഞ്, ഈമാനും ഹയാഉം തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് പറഞ്ഞ്. എന്താ അറിയോ? ഹയാ ഇല്ലെങ്കിൽ ഈമാൻ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഒന്ന് മാറണം, മാറിയേ തീരൂ. നമ്മൾ മാറണം, നമ്മുടെ കുടുംബം മാറണം, നമ്മുടെ മക്കൾ മാറണം. മാറാനുള്ള ഒരവസ്ഥ നാം ഉണ്ടാക്കണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, നബിയുടെ ജീവിതം പറയുന്നിടത്ത്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ ഫഇദാ റഅ ശൈഅൻ യക്റഹുഹു അറഫ്നാഹു ഫീ വജ്ഹിഹി. നബിയുടെ ഹയാ, നബീനെ കുറിച്ച് പറയുന്നത്, മണിയറയിലിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജയായിരുന്നു നബിക്ക്. ഇനി അതിൻ്റെ അപ്പുറം വിശദീകരിക്കണ്ടല്ലോ. മണിയറയിലിരിക്കുന്ന കന്യകയുടെ ലജ്ജ എത്രയായിരിക്കും? എന്നിട്ട് സഹാബത്ത് പറയാണ്, വെറുപ്പുള്ള വല്ല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായാൽ അറഫ്നാഹു ഫീ വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞങ്ങളത് മനസ്സിലാക്കുമായിരുന്നു. അതാണ് കണ്ണാടി എന്നൊക്കെ പറഞ്ഞത്, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറഞ്ഞത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവം ഖുർആൻ പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ ആളുകൾക്ക് വിരുന്നൊരുക്കി. കല്യാണ ദിവസം കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. നബീൻ്റെ അടുത്താണ്. നബി കല്യാണം കഴിച്ച രാത്രിയാണ്. അവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു, എഴുന്നേറ്റ് പോണില്ല. നബിക്കാണെങ്കിലോ അവരോട് പോകാൻ പറയാൻ ലജ്ജ. അതാണ് ഹയാ. നിങ്ങൾക്കറിയോ, അപ്പ ഖുർആൻ ഇറങ്ങി. അവിടെ അല്ലാഹു തആല അപ്പം ഇടപെട്ടു. കാരണം അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തആം ഗൈറ നാദിരീന ഇനാഹ്. വിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിൻ്റെ വീട്ടിലേക്ക് വരരുത്. അതന്നെ. എന്നിട്ട് ഇനി വന്നു എന്നാലോ ഭക്ഷണം ആയിട്ടില്ല, എന്നാൽ ഭക്ഷണം ആകുന്നത് വരെ
നിങ്ങൾ നബിയെ നോക്കിയിരിക്കരുത്. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു, നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ കടന്നു വന്നോ. ഫഇദാ തഅംതും ഫന്തശിറു, നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാലോ പോകണം, പിരിഞ്ഞു പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസ്, അവിടെ നിങ്ങൾ വർത്താനം പറഞ്ഞ് രസിച്ചിരിക്കരുത്. എന്നിട്ടുള്ള വാക്ക് കേട്ടോ, ഇന്ന ദാലികും കാന യുഅ്ദി നബി, കാരണം അത് നബിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഫയസ്തഹയി മിൻകും, അതാണ് വാചകം. ഫയസ്തഹയി മിൻകും, അത് നിങ്ങളോട് പറയാൻ നബിക്ക് ലജ്ജയാണ്. നബി മിണ്ടാതിരിക്കുക. പക്ഷേ അല്ലാഹു പറയാ, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. അല്ലാഹു സത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു ലജ്ജിക്കുകയില്ല. അല്ലാഹു പറയും, അല്ലാഹു തുറന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവം പറഞ്ഞു. അമ്മാതിരി ഹയ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നർത്ഥം. സഹാബത്തും അതാണ് ശീലിച്ചതും പഠിച്ചതുമൊക്കെ. നബി വല്ലാത്ത അനുഭവമായി പറയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൂടെ ജീവിച്ച ഒരു സഹാബിയാണ് അഷജ് അൽ അസരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്, നിനക്ക് രണ്ട് സ്വഭാവമുണ്ട്, അത് രണ്ടും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് അൽ ഹിൽം, രണ്ടാമത്തേത് വൽ ഹയാ. ഒന്നാമത്തേത് ഹിൽമാണ്, സഹനം, വിവേകം, എടുത്തു ചാടൂല. രണ്ടാമത്തേത് ഹയാ, ലജ്ജയാണ്. നോക്കൂ, ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ ഒരു മൂലയിൽ നാണിച്ചിരിക്കുക എന്നല്ല. അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ലജ്ജ അതാണ്, അതല്ല. മറിച്ച് ഒരു വിശ്വാസി ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും അവനെ സംസ്കരിക്കുന്ന ഒരു ഗുണമാണെന്ത്? ഹയ എന്ന് പറയും. എല്ലാ മേഖലകളിലും. അതും നാണം കൊടുങ്ങലും രണ്ടാണല്ലോ. അതിന് വേറൊരു പദമുണ്ട് അറബിയിൽ, ഖജൽ എന്നാ പറയാം. ഖജൽ, അത് ഹയ അല്ല. മനസ്സിലല്ലേ? എല്ലാ നന്മകളിലേക്കും വഴി കാണിക്കുന്നത് ലജ്ജയാണ്. ലജ്ജ മൂലം ഒരാൾക്ക് ഒരു കുറവും വരില്ല, നന്മയല്ലാതെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, അല്ലെങ്കിൽ അൽ ഹയാഉ കുല്ലഹു ഖൈർ. ഒരുപാട് വാക്കുകൾ നബി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. ഹയായിലൂടെ, ലജ്ജയിലൂടെ നന്മ മാത്രമേ വരുള്ളൂ. ലജ്ജ മുഴുവൻ എന്താണ്? നന്മയാണ്. നിങ്ങൾ ആലോചിച്ചു, ഈ ലജ്ജ എന്ന സ്വഭാവം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം നമുക്കുണ്ടാവും? ഒരു അതിഥി ആദരിക്കപ്പെടുമോ? കരാറ് പാലിക്കപ്പെടുമോ? വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കുമോ? ഒരു ആവശ്യം നിറവേറ്റപ്പെടുമോ? എന്തിനധികം നമ്മൾ ഭംഗിയുള്ളവനാകാൻ ശ്രമിക്കുമോ ലജ്ജയില്ലെങ്കിൽ? നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കണില്ലേ നല്ല വസ്ത്രം, നല്ല രൂപം? ലജ്ജയില്ലെങ്കിൽ നമ്മൾ ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കോ? ലജ്ജയില്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കോ? ഇല്ലല്ലോ. നമ്മൾ ഈ ഡ്രസ്സ് ധരിക്കാതെ നടക്കണ കുറേ ആൾക്കാരെ കണ്ടിട്ടില്ല. കാരണം അവർ കയ്യില്ലാത്തതുകൊണ്ടാ, അല്ലേ? ലജ്ജയില്ലെങ്കിൽ മോശമായ കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുമോ? നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഉത്കൃഷ്ടമായ ഗുണമാണ്. ഇതില്ലെങ്കിൽ അധികം ആളുകളും നശിച്ചു പോവും. അതാണ്. നോക്കൂ, മനുഷ്യന് അവകാശം പോലും നൽകൂല. കുടുംബ ബന്ധം ചേർക്കോ? മാതാപിതാക്കളോട് നന്മ ചെയ്യൂ? നിങ്ങൾ ആലോചിച്ചു, ഓരോ വിഷയവും. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ സദാചാരത്തിൻ്റെ നന്മയുടെ ഒരു കവചമാണ് ഈ ലജ്ജ എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ഈ ശീലത്തിന് കഴിയും. അതാണ് വിശുദ്ധ ഖുർആൻ ഈ രണ്ട് പെണ്ണുങ്ങളുടെ കഥ ഇത്ര മനോഹരമായി പറഞ്ഞു തരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു, മാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഒരു കാര്യത്തിൽ ലജ്ജയുണ്ടെങ്കിൽ അത് മനോഹരമായിരിക്കും, ഭംഗിയുള്ളതായിരിക്കും.
ഏത് കാര്യത്തിലായാലും ഒരു മനുഷ്യനിലായാലും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംസാരം മനോഹരമാകുന്നത് എപ്പോഴാണ്? പ്രവർത്തനങ്ങൾ മനോഹരമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രവർത്തനങ്ങളിൽ തിന്മകൾ വരാതെ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നോക്കൂ, ഈ വളരെ മനോഹരമായ ഒരു വാചകമുണ്ട് അറബി ഭാഷയിൽ, മൻ ജഅലൽ ഹയാഅ സൗബഹു ലം യറന്നാസ് ഐബഹു. ഒരാള് ലജ്ജയെ തൻ്റെ വസ്ത്രമാക്കിയാൽ അവൻ്റെ ഒരു ഐബും ആരും കാണൂല. ശരിയല്ലേ? അവൻ്റെ ഒരു പോരായ്മയും ആർക്കും കാണാൻ കഴിയില്ല, അല്ലേ? നോക്കൂ, തിന്മ ചെയ്യാൻ അവസരം ലഭിച്ചാൽ പോലും അത് മറ്റാരും കാണുന്നില്ലെങ്കിലും ഒരു വിശ്വാസിക്ക് ലജ്ജയാണ് ചെയ്യാൻ. അവസരം കിട്ടി ആരും കാണൂല. ആരാ തടഞ്ഞു നിർത്തിയത്? കാരണം അവനറിയാം എന്ത്, ആരും കാണില്ലെങ്കിലും അത് അള്ളാഹു കാണുന്നുണ്ട്, അത് മലക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇത് വല്ലാത്തൊരു ഗുണമാണ്, നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായി സഹോദരങ്ങളെ, ഈ സ്വഭാവം നമുക്ക് അള്ളാഹുവിനോടുണ്ടാകണം, മലക്കുകളോടുണ്ടാകണം, സ്വന്തത്തോടുണ്ടാകണം, ജനങ്ങളോടും ഉണ്ടാകണം. അപ്പോഴേ ഇത് പൂർത്തിയാവും. അള്ളാഹുവിനോടുണ്ടാകണം. ഏറ്റവും ഒന്നാമത്തേത് അതാണ്. ഏറ്റവും നിർബന്ധമായ ലജ്ജ അതാണ്. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ടത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് അതാണ്. ഫല്ലാഹു അഹഖു അൻ യസ്തഹ്യ മിൻഹു മിനൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഫല്ലാഹു അഹഖ് അൻ യസ്തഹ്യ മിൻഹു മിനൻ നാസ്. മനുഷ്യരെക്കാൾ നിങ്ങൾക്ക് ലജ്ജ തോന്നേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഈദ് ഇബ്നു യസീദുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാ. ഒരു മനുഷ്യൻ നബിയോട് വന്ന് ചോദിച്ചു, ഔസിനി, നബിയെ ഒരു വസിയ്യത്ത് വേണം, ഉപദേശം. നബി പറഞ്ഞ വസിയ്യത്ത് എന്താ അറിയോ? ഊസീക അൻ തസ്തഹില്ലാഹ അസ്സ വജൽ കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക്. നിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനിൽ നിന്ന് നീ ലജ്ജ വെച്ച് പുലർത്തുന്നത് പോലെ അള്ളാഹുവിനോട് ലജ്ജ വെച്ച് പുലർത്തണം. അതാണ് വസീയത്ത്. പറ്റുമോ? മനുഷ്യന്മാർ കാണുന്നതിന് നമുക്കെന്താ ഭയങ്കര ലജ്ജയാണ്. അള്ളാഹ് കാണുന്നതിന് ഒരു കുഴപ്പമില്ല. അള്ളാഹു ആരാ? യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണുകളുടെ കള്ളനോട്ടം അറിയുന്നവനാണ് റബ്ബ്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് പോലും. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും റബ്ബിൻ്റെ നിരീക്ഷണം. നിങ്ങൾ ആലോചിക്കൂ, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യില്ലല്ലോ നമ്മൾ. അവിടെ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണുകളെ കുറിച്ച് നമുക്ക് ബോധം വരുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജിക്കേണ്ടത് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു തന്നതാ, ഭയങ്കര രസം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നല്ല മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജിക്കുന്നത് പോലെ നമ്മൾ ശരിക്കും നോക്കൂ, നമുക്ക് ശരിക്കത് ഉണ്ടാകണം. അതിലാണ് സത്യത്തിൽ നമ്മൾ വിജയിക്കുക. അതൊരു വലിയ വിഷയമാണ്. അത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണെത്താത്ത, ശ്രദ്ധയെത്താത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ആ ഒരു ഹയാ വന്നാൽ തന്നെ നമ്മളെല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടും. അതാണ് ഈ ഹയാവിനെങ്ങനെ പറ്റി പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജറുൽ ഹംബലി റഹിമഹുല്ല പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഉജ്ബു മിമ്മൻ യഅലം അന്ന കുല്ല നിഅം മിനല്ലാഹ് ثم لا يستحي من الاستعانة بها على المعصية. ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം പറയണം. എന്താ? എല്ലാ നിഅമത്തും ആര് തന്നതാ?
അല്ലാഹ് അതവനറിയാം. എല്ലാ നിഅമത്തും അല്ലാഹ് തന്നതാ. എന്നിട്ടോ ലാ യസ്തഹീ മിനൽ ഇസ്തിആനതി ബിഹാ അലൽ മഅസിയ, ഒരു തെറ്റ് ചെയ്യാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. നമ്മൾ ലജ്ജ തോന്നണ്ടേ നമുക്ക്? അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ നമ്മൾ ഭയപ്പെടണം. ഐഹിക ജീവിതത്തിൽ നമുക്ക് മിതത്വം ഉണ്ടാകണം. മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ സദാ ഉണ്ടാകണം. സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനം. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ലജ്ജാശീലം നമുക്കുണ്ടാകണം. ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ഭയം വരും. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. ഒരു തെറ്റ് ചെയ്താൽ, ഒരു നീചകൃത്യം ചെയ്താൽ, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ വല്ല അക്രമവും പ്രവർത്തിച്ചാൽ ദക്കറുല്ലാഹ, അല്ലാഹുവിനെ ഓർമ്മ വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ആ ചെയ്ത തെറ്റിന് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അതാണ് ഹയാഇന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അതാണ്. എങ്ങനെ സഹോദരന്മാരെ നോക്ക്, അന്ന് പറഞ്ഞിരല്ലേ വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. എത്ര കാലമായി നമ്മൾ ഓതുന്നു വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. ക്യാമറയല്ല, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാഫിളീങ്ങളുണ്ട്, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, അവര് നിങ്ങൾ ചെയ്യുന്നതൊക്കെ രേഖപ്പെടുത്തുന്ന കുറച്ച് മാന്യന്മാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്കറിയും. പിന്നെ എങ്ങനെ ബലാ, അല്ലാഹ് പറയാ ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അല്ലാഹ് പറഞ്ഞ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ മെസ്സഞ്ചേഴ്സ് ഉണ്ട്, ദൂതന്മാരുണ്ട് അവരുടെ അടുത്ത്, അവരെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ മലക്കുകളോട് ഉണ്ടാകേണ്ട ലജ്ജ എന്ന് പറഞ്ഞാൽ. മലക്കുകൾ എഴുതും എന്നുള്ള ലജ്ജ നമുക്കുണ്ടാകണം. അതാണ് രണ്ടാമത്തേത്. ഈ 1ഉം 2ഉം. മൂന്നാമത്തേത് നമ്മുടെ സ്വന്തത്തോടുള്ള ലജ്ജയാണ്. ഈ 1ഉം 2ഉം നമുക്ക് ഉണ്ടാകണം. അത് കിട്ടിയാലേ രക്ഷപ്പെടുള്ളൂ. ഞാൻ 1ഉം 2ഉം അതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. സ്വന്തത്തോടുള്ള ലജ്ജ അതെന്താ? നമ്മളെ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ, നന്മകൾ പ്രവർത്തിക്കാതെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ലജ്ജ ഉണ്ടാകണം. ഞാൻ ചെയ്യേണ്ടതാണല്ലോ, ചെയ്യേണ്ടതായിരുന്നല്ലോ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസരങ്ങൾ സഹോദരന്മാരെ, അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അവസരങ്ങളെ തേടി പോകേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു നിഅമത്താണത്, ഒരു നിഅമത്താ. നിങ്ങൾക്കറിയോ, മഅസിയത്തുകളുടെ ഇഖാബ്, പാപങ്ങൾ ചെയ്താലുള്ള ശിക്ഷയായി മുസ്ലിം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ അറിയോ? നന്മ ചെയ്യാൻ തൗഫീഖ് കിട്ടാതിരിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തൗഫീഖ് കിട്ടും, അവസരങ്ങൾ വന്നു നിൽക്കും. പക്ഷെ ഹയാ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താക്കും? മാറ്റിവെക്കും. നാളെ ആക്കാം, മറ്റന്നാളാക്കാം, അടുത്ത ആഴ്ചയാക്കാം. ഉണ്ടാവുമോ? നമ്മൾ ഉണ്ടാവുമോ? പോയ സമയം തിരിച്ചു വരുമോ? സെക്കൻഡ് തിരിച്ചു വരുമോ? ഇല്ലല്ലോ, തിരിച്ചു വരില്ല. നമുക്ക് സാധിക്കണ്ടേ സഹോദരന്മാരെ? സാധിക്കണ്ടേ? നമുക്ക് പരസ്പരം സാധിക്കണം സഹോദരന്മാരെ. നമ്മൾ മുഅ്മിനീകൾ എന്ന് പറഞ്ഞാൽ അതാണ്. പരസ്പരം നോക്കൂ, നമ്മുടെ അടുത്തൊരു ചെറിയ, എൻ്റെ ശരീരത്തിലൊരു ചെറിയ ന്യൂനത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ? അല്ലേ? എൻ്റെ ഒരു പല്ല് കുറച്ച് ദിവസം മുമ്പ് പൊട്ടി വീണു. നിങ്ങൾക്കറിയാം എത്ര ആൾക്കാരെ എന്നെ വിളിച്ചത്, ആ പല്ല് വെക്കണേ, ആ പല്ല് വെക്കണേ, പല്ല് വെക്കണേ. ഞാനിപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും ഒരാൾ വിളിച്ചു, പല്ല് വെക്കണേ. അല്ല, ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, റബ്ബേ, എൻ്റെ അടുത്തുള്ള വേറെ ഒരു ന്യൂനതയും ആരും കണ്ടില്ലല്ലോ, ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. നമുക്ക് സാധിക്കണം സഹോദരന്മാരെ. നമ്മൾ മനുഷ്യൻ്റെ ശാരീരികമായ ന്യൂനതയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതൊരു വലിയ വിഷയമല്ല. അത് അല്ലാഹു തആല ഏറ്റെടുത്തതാ. അതല്ല വിഷയം. വിഷയം ഇതാ,
സ്വന്തത്തോട് ലജ്ജ തോന്നണം. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തെറ്റ് ചെയ്തിട്ട് ഞാനൊരു മനസ്സാക്ഷി കുത്തോടു കൂടിയാണ് അത് ചെയ്തത്. എന്താ ഈ പറഞ്ഞ വാക്ക് എന്നറിയോ നിങ്ങൾ? എന്താ ഈ പറഞ്ഞ വാക്ക്? നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ പേരല്ല ഇത്, മനസ്സാക്ഷി. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്വന്തത്തോട് നമുക്ക് ലജ്ജ തോന്നണം. അതുപോലെ നാലാമത്തേതാണ് ജനങ്ങളോടുള്ള ലജ്ജ. അതെല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് പറയണ്ടേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, ഭയങ്കര രസമുള്ള ഒരു ആയത്തുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു വെക്കും. അല്ലേ? ടോയ്ലറ്റിൽ നിന്ന് നല്ല ഡോറൊക്കെ വെച്ച് കുറ്റിയൊക്കെ വെക്കൂലേ? അബദ്ധവശാൽ പോലും എന്താക്കരുത്, ആരും തുറന്നു പോകരുത്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങൾ കാണാതെയാണ് എന്ത് ചെയ്യുക? തെറ്റ് ചെയ്യുക, തിന്മ ചെയ്യുക, അബദ്ധം ചെയ്യുക. എന്നാൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല കേട്ടോ. അല്ലാഹ് പറയാ കഴിയില്ല. അപ്പം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അള്ളാഹു, നിങ്ങളറിയോ, നോക്കൂ, ഈ നാല് ലജ്ജകൾ, ഒന്ന് അള്ളാഹുവിനോട്, 2 മലക്കുകളോട്, 3 സ്വന്തത്തോട്, 4 മനുഷ്യന്മാരോട്. ഇത് നമുക്കുണ്ടാകേണ്ട ഒരു സംസ്കാരമാണ്. ഇതിൽ 4മത്തേത് നമുക്കൊക്കെ ഉണ്ട്, ആദ്യത്തെ 3 ഇല്ല. അപ്പം അതിനർത്ഥം നമ്മൾക്ക് ഹയാ ഇല്ലാന്ന്. ചിന്തിച്ചു നോക്കി, ഹയാ ഇല്ലെങ്കിൽ ഈമാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ചിലർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്താ എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഇങ്ങനെ മറച്ചു വെച്ച് തരുന്നു അല്ലേ? ഞാൻ എൻ്റെ കാര്യത്തിലാണ് പറയണത്, നിങ്ങളെ കാര്യത്തിൽ എനിക്കറിയില്ല. ഞാൻ നിങ്ങളൊക്കെ അറിയാതെ ഒരുപാട് കാണാതെ ഒരുപാട് തിന്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ വളരെ മോശമാണ്, പക്ഷെ നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്താ കാര്യം എന്നറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ർ. ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ, അല്ലാഹു വിവേകമുള്ളവനാണ്. ഹയ്യുൻ, ലജ്ജയുള്ളവനാണ്. സിത്തീറുൻ, മറച്ചു വെക്കുന്നവരാണ്. സത്താർ എന്ന് അള്ളാൻ്റെ ഇസ്മിൽപ്പെട്ടതാ. സത്താറില്ലേ? സത്താർ എന്ന് പറഞ്ഞാൽ സാത്തിർ എന്ന് വരി, മറച്ചു വെക്കാൻ. സത്താർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. എന്ത് കളി ചെയ്താലും അള്ളാഹ് മറച്ചു വെക്കും. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലല്ലോ. കണ്ടാൽ മോശമുള്ള ഒരുപാട് സംഗതി നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടില്ലേ? പക്ഷേ കണ്ടിട്ടില്ലല്ലോ. എന്തേ കാണാതെ പോയത്? അള്ളാഹു സിത്തീറായതുകൊണ്ടാ. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അള്ളാഹുവിന് ഹയാവും സിത്റും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എപ്പോഴാണ് അറിയോ? നബി ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ കുളിക്കുന്നുണ്ട്. യഗ്തസിലു ബിൽ ബറാസ് എന്നാണ്. ബറാസ്, തുറസായ ഒരു സ്ഥലത്ത് നിന്ന് കുളിക്കുക. നബീൻ്റെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പൊതുസമൂഹം അറിയേണ്ട കാര്യമാണെങ്കിൽ നബി ഉടനെ വരും. അടുത്ത നിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറിൽ കയറും. നബി കയറി എന്നിട്ട് ഹമിദ അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ ഒക്കെ നബി പറഞ്ഞ വാചകമാണ്. കുറച്ചേ പറയുള്ളൂ. നബീൻ്റെ നമ്മളിപ്പോൾ 1 മണിക്കൂറായി ഏകദേശം, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ പരിപാടിയൊന്നും നബിക്കില്ല, കുറച്ചാ. ആകെ പറഞ്ഞത് അന്ന് അതാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ർ. അല്ലാഹു ഹയ്യാണ്, ഭയങ്കരമായി ലജ്ജുള്ളവനാ. അതുകൊണ്ടാ സഹോദരന്മാരെ നമ്മളിതൊന്നും പുറത്ത് വരാത്തത്. അല്ലാഹു സിത്തീറാണ്, ഭയങ്കരമായി മറച്ചു വെക്കുന്നവനാണ്. മാത്രമല്ല യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ർ, അല്ലാഹുവിന് ഇത് രണ്ടും ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ഒരു മറ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കുളിച്ചോ. ഇതേ പറഞ്ഞോളൂ. ഇതെന്താ? ഇത് ഹയാ ആണ്. മനസ്സിലായില്ലേ? നമ്മൾ നോക്കൂ, വളരെ കൃത്യമായി ഇത് ശ്രദ്ധിക്കണം എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ
ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സ്വഭാവം ഉണ്ടാകേണ്ടത് സ്ത്രീകൾക്കായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2 സ്ത്രീകളുടെ അതിമനോഹരമായ ഹയാഇൻ്റെ രൂപം നമുക്ക് പഠിപ്പിച്ച് തന്നത്. അതാണ്. ഇതിവിടെ നിന്നും അവസാനിക്കുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്. ഇത് നോക്കൂ, നമുക്ക് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന എല്ലാ ഈ പേക്കൂത്തുകളുടെയും അടിസ്ഥാനം ഈ ഹയാ നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. ഇത് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലുള്ള, ഞാൻ ഇപ്പം കേട്ട ഈ വാർത്തകളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ആരും വിചാരിക്കരുത്. അത് മാത്രമല്ല, അത് ഓരോ സമയത്ത് ഇങ്ങനെ പൊന്തി വരും, കുറച്ച് കഴിയുമ്പോൾ അത് വേറെ വരുമ്പോൾ അത് മറന്നു പോകും. ഞാനതല്ല, നമുക്ക് അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഈ ഹയാ നഷ്ടപ്പെട്ടു പോയതാണ്. എല്ലാറ്റിൻ്റെയും ഒരു കുടുംബ ബന്ധത്തിൻ്റെ തകരാറിൻ്റെ പോലും നോക്കൂ, എൻ്റെ ഭാര്യക്കെന്നോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാന്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഹയാ ഇല്ലാത്തതാണ്. ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ ഉള്ള മാന്യത എനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് എൻ്റെ ഹയാ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ സംസാരവും അവളുടെ സംസാരവും ഈ പറഞ്ഞ ഈ തരത്തിലുള്ള എല്ലാ വഴികളിലൂടെയുമല്ലേ കടന്നു വരുന്നത്, നമ്മൾ ഈ വിശദീകരിച്ച്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഹയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മളൊക്കെ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. അതെല്ലാവരും പഠിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. ഹയാ ഉണ്ടെങ്കിൽ ഇതിന് രക്ഷപ്പെടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ, അല്ലാഹുവേ എൻ്റെ കേൾവിയിൽ ഉണ്ടാകുന്ന തിന്മയിൽ നിന്ന്, വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണ് മുഖേന ഉണ്ടാകുന്ന തിന്മ അതിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, എൻ്റെ നാവിലൂടെ ഉണ്ടാകുന്ന തിന്മയിൽ നിന്ന്, വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തിന്മയിൽ നിന്ന്. ഇതുവരെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഹൃദയത്തിൽ ഉണ്ടാകുന്ന തിന്മ പറഞ്ഞാൽ എന്താ? അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. എൻ്റെ സഹോദരന്മാരെ രക്ഷപ്പെടൂല കേട്ടോ, രക്ഷപ്പെടൂല. ഇതൊന്നുമായിട്ട് പോയാൽ രക്ഷപ്പെടൂല. കൽബുൻ സലീമായി പോകണം. കൽബുൻ സലീമായി പോകണമെങ്കിൽ ഈ രീതിയിലുള്ള ഹയാ ഉണ്ടാകണം. ആ ഹയാ ഈ രീതിയിൽ ഉണ്ടാകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അവസാനത്തെ വാചകം വമിൻ ശർരി മനിയി. മനിയി എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ്. മനിയി എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, വിശദീകരിക്കണ്ടല്ലോ ഞാൻ. അത് എൻ്റെ മനിയെ ഒരു ഷർറായ രീതിയിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ വരരുത്. എൻ്റെ ലൈംഗികതയിൽ ഒരു തിന്മ ഉണ്ടാകരുത്. അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തരും. നോക്കൂ, ഇതാണ് ഹയാഇൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകേണ്ടത്. ഈ നോക്കൂ, സമഇലെ ഷർറിൽ നിന്ന്, കേൾവിയുടെ ഷർറിൽ നിന്ന്, കാഴ്ചയുടെ ഷർറിൽ നിന്ന്, നാവിൻ്റെ ഷർറിൽ നിന്ന്, ഖൽബിൻ്റെ ഷർറിൽ നിന്ന്, ലൈംഗികതയുടെ ഷർറിൽ നിന്ന്, ഈ 5 ഷർറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹയാ കൂടിയേ തീരൂ. ഹയാ കൂടിയേ തീരൂ. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ഞാനിതിങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ കേട്ടു എന്നതിനപ്പുറം ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് വിടാതെ കുറച്ചെങ്കിലും, ഞാൻ കഥയായി പറഞ്ഞത് തന്നെ എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ചെങ്കിലും തങ്ങി നിൽക്കാൻ. ആ 2 പെൺകുട്ടികളുടെയും ചിത്രം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു കൾച്ചറാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് ആ കൾച്ചറാണ് ഉണ്ടാകേണ്ടത്. എങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ. അല്ലാതെ ഈ നിയമങ്ങൾക്കൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. ഈ നിയമങ്ങൾക്കൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു തആല പരലോകത്ത് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ട് ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടി അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.